കലാസ്നേഹികൾക്ക് നമസ്കാരം. തിരുവനന്തപുരം ഗോൾഡൻ സിംഗേഴ്സിന്റെ ഈ സംഗീത വിരുന്ന് ആസ്വദിക്കാനെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുകയാണ്. നിങ്ങളുടെ കയ്യടിയാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. ഈ കയ്യടി പ്രോഗ്രാമിന്റെ അവസാനം വരെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ? മലയാള ഗാനങ്ങളെന്നും നെഞ്ചോട് ചേർത്തവരാണ് മലയാളികൾ അല്ലെ? അപ്പോൾ ഞങ്ങളുടെ അനുഗ്രഹീത ഗായകനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒട്ടനവധി വേദികളിൽ ഗാനങ്ങൾ ആലപിച്ച അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിലെ ഓഡിഷൻ ഫെയിൽഡ് താരം മെഡിക്കൽ കോളേജ്. കമോൺ, ആദ്യ ഗാനം ആലപിക്കാത്തുന്നു രാജ് മെഡിക്കൽ കോളേജ്. സ്ഥിരമായിട്ട് ക്യാമ്പിലെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പക്കം വരും. എന്ത് ചെയ്യോന്ന് പറ എന്റെ പൊന്നു മുതലാളി. ഇങ്ങനെ ഡെയിലി ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തിയും കൊണ്ടുവരല്ല. ഏമ്പക്കം വിട്ട് വയ്യ, അതുകൊണ്ടാ നിർത്തി. ഉരുളക്കിഴങ്ങ് കറിയാ അല്ല, റിഹേഴ്സൽ ക്യാമ്പ് നിർത്തിയെന്നു. അത് നല്ലതാ. 365 ദിവസം ക്യാമ്പ് 3 പരിപാടി. ആലോചിക്കണം. ഒരു ഗ്രൂപ്പ് കൊണ്ട് നടത്തുന്ന അവസ്ഥ. നീ മാത്രമല്ല വേറൊരു പാട്ടുകാരുണ്ടല്ലോ അവിടെ. അവനെ സ്വാഗതം ചെയ്താലേ വരുവുള്ളെന്ന്. എന്തോന്ന് സ്വാഗതം ചെയ്ത് വിളിച്ചാലേ വരുവുള്ളെന്ന്. കരഞ്ഞ് കാല് പിടിച്ചാണ് ട്രൂപ്പിൽ കയറിയത്. ഇന്റെ സ്വാഗതം ചെയ്താലേ വരുള്ളൂ. എന്ത് കഷ്ടമാണെന്ന് വെക്കണം. ഗ്രൂപ്പിന്റെ ഓണറുമായി ഇപ്പൊ അനൗൺസ്മെന്റും ചെയ്യണം. പ്രിയ പ്രേക്ഷകരെ, തമിഴ് പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അത്തരത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലെ തമിഴ് ഗാനങ്ങൾ ആരംഭിക്കുന്ന ഞങ്ങളുടെ അനുഗ്രഹീത ഗായകൻ മുരുകൻ തൃപ്പരപ്പ്. ചൂടൂടാ ചൂടൂടാ എങ്ക പക്കം ചൂടൂടാ. எல்லாமே வைரங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் தொட்டு கூட்டித்தா. അച്ചാറേ തൊട്ട് കൂട്ടിത്തരാൻ പറഞ്ഞു. എടാ നിനക്ക് മര്യാദയ്ക്ക് പറയും. നീ എന്തിനാ ഈ പാട്ട് പഠിക്കണ തുള്ളണത്? ഒരു കാര്യം പറഞ്ഞോട്ടെ, രാവിലെ ഉരുളങ്ങ് കഴിച്ചിട്ട് നിനക്ക് ഏമക്കം പോയോ? പോയി എനിക്ക് പോയിട്ടില്ലടാ. ഏതെങ്കിലും വഴി വിടാൻ വേണ്ടി നോക്കാണ്. മുതലാളി ഞാൻ പറഞ്ഞ ഉരുളൻകിഴങ്ങ് കറി വിഷയമാണ്. ഉരുളൻകിഴങ്ങ് സംഗീതവും സിങ്ക് ആവത്തില്ല. BGM വേറെ വരും. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഗ്രൂപ്പില് നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ തീരുമാനം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. 20 വർഷം കൊണ്ട് ട്രൂപ്പ് നടത്തുകയാണ്. 20 വർഷം 10 വർഷം കൊണ്ട് 10 വർഷം 5 വർഷം കൊണ്ട് 5 വർഷം കുറച്ച് നാളെ സമാധാനമായ ട്രൂപ്പ് നടത്തുക. ഇനി പറഞ്ഞു, ഈ ട്രൂപ്പിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ട്. എന്ത് പരിപാടിയുടെ കുറവുണ്ട്. അത് ഞാനല്ലോ കുറവ് വരുത്തുന്നത്, നിങ്ങളൊക്കെ ചേർന്നല്ലേ. അടാ ഞങ്ങളെ കുറ്റം പറയല്ലേ. സൗണ്ട് പോരാ. സൗണ്ട് പോരാ. ശരിയാണ്, കമ്മിറ്റിക്കാർ പറഞ്ഞു സൗണ്ട് പോരാന്ന് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായല്ലോ. സിസ്റ്റം മാറ്റണം. സിസ്റ്റത്തിന്റെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞത്. നിന്റെ സൗണ്ട് പോരാന്നാണ് പറഞ്ഞത്. നിന്റെ സൗണ്ട് ഒട്ടും പോരാ. മനസ്സിലായി? നിനക്കാണ് എന്താണ് എന്താണ് നിനക്ക് എന്ത് ഒരു പാട്ട് പാടാൻ നിൽക്കുന്നത്? പേയ്മെന്റ് എത്ര? എനിക്ക് 1500 പേയ്മെന്റ്. ഇനി പകുതി തന്നെ തരുള്ളൂ. അതങ്ങനെ 1500 പകുതി 750 ഞാൻ തരുള്ളൂ. അതെന്താ അങ്ങനെ? പാട്ട് പാടാൻ നീ പാടണം. ഒരു വരിയും പാടും, ബാക്കി പറഞ്ഞ നാട്ടുകാർ. എന്താണ് നിനക്ക് പേയ്മെന്റ്? നീ പാടുന്ന മുഴുവൻ പാടിയാൽ മാത്രമേ പേയ്മെന്റ് തരുള്ളൂ. മലയാളി ഒരു കാര്യം മനസ്സിലാക്കണം. ഇവ ഒരു വരി പാടിയിട്ട് ബാക്കിയെല്ലാം നാട്ടുകാരെ കൊണ്ട് പാടിക്കുന്നതുകൊണ്ടാണ് ഗാനമേള സ്ഥലത്ത് നമ്മൾ രക്ഷപ്പെട്ട് വരണത്. ഇവ മുഴുവൻ പാടാൻ നിന്ന് അടി മേടിക്കേണ്ടി വരും. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം. എന്ത് ചെയ്യുമെന്ന് പറയും ട്രൂപ്പിന്റെ കേസ്. ട്രൂപ്പിന്റെ കേസൊക്കെ വെടി. നമുക്ക് ട്രെൻഡ് മാറ്റി പിടിച്ചാലാ. എങ്ങനെ? ഭജൻസ് തുടങ്ങാം. ഭജൻസ്. അതാകുമ്പോ ഒരേ കണക്കത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിള്ളേരൊക്കെ നമ്മളെ കണ്ട് മയക്കും. അടിപൊളിയാണ്. ഇവിടെ പ്രിന്റ് ഒക്കെ ഉള്ള ഷർട്ടൊക്കെ ഇട്ടാ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭജൻസ് പാടണമെങ്കിൽ ഈ ഭജനപ്പാട്ടുകൾ അറിയണമല്ലോ. നിനക്ക് ഭജനപ്പാട്ട് അറിയാമോ? എന്തിനു ഭജനപ്പാട്ട് പഠിക്കുന്ന? സിനിമാ പാട്ട് ഇരുന്ന് പാടുന്നതാണ് ഭജൻ. അതാണല്ലേ പാട്ട് ഇരുന്ന് പാടുന്നതാണ് ഭജൻ. അതിന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, എനിക്ക് ഇരുന്ന് പാടാൻ പറ്റില്ല കേട്ടോ. ശരിയാണ്. ഇവന് തുള്ളിയാലേ പാട്ട് വരുള്ളൂ. അതുകൊണ്ട് പറ്റില്ല. അതല്ലെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുവിന് കംപ്ലൈന്റ്, ഡിസ്ക് കംപ്ലൈന്റ്. നീ അങ്ങ് എണീറ്റ് അങ്ങ് തകർക്ക പോകും. മുതലാളി കഴിഞ്ഞ ശൈലി വന്നായിരുന്നാ? കഴിഞ്ഞ ശൈലി വരാത്ത നന്നായി. കമ്മറ്റിക്കാർ ഇവനോട് വന്ന് പറഞ്ഞു അയ്യപ്പ സ്വാമിയെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടാൻ. ഇവൻ പറയണ അയ്യപ്പനും കോച്ചിലെ പാട്ട് പാടിയാൽ മതിയാണ്. അയ്യപ്പനും കോച്ചിൽ എവിടെയാണ്? പാട്ടുണ്ട്. ഓ പോട് അപ്പടി പോട് അതൊക്കെ ചക്ക വരിക്ക ചക്ക കൂഴ ചക്ക അങ്ങനെയുണ്ട്. ചക്കായിട്ടില്ല, വായിക്കാത്തടത്ത് കയറ്റി കൊടുക്കാൻ സഹിക്കാൻ വയ്യ. ഒരു കാര്യം റിഹേഴ്സലൊക്കെ ചെയ്യാൻ പറയട്ടെ. നമ്മുടെ ട്രൂപ്പിന്റെ മെയിൻ പ്രശ്നം അതൊന്നും അല്ല. എന്താണ്? നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെൺകുട്ടി വന്നാൽ നമ്മുടെ ട്രൂപ്പിന്റെ പ്രശ്നം മാറും. അതെ, ഞാനിത് ആലോചിക്കായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല. അതാണ് ഈ ട്രൂപ്പിൽ എത്ര പെൺകുട്ടികൾ വന്നു? എല്ലാത്തിനും ആരാ പറഞ്ഞു വിട്ടത്? നിന്റെയൊക്കെ ഓവർ കെയറിംഗ് ആണ് എല്ലാത്തിനും കാരണം. മനസ്സിലായോ? ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ പറഞ്ഞെങ്കിൽ വിടും. ഇവരൊക്കെ ഓവർ കെയറിംഗ് ആണ്. മുതലാളി ഇപ്പോഴത്തെ ഗാനമേള കാണാത്തതുകൊണ്ടാണ്. ഓരോ ഗാനമേള ട്രൂപ്പിൽ ചെന്ന് നോക്കണം. ആണും പെണ്ണും കൂടെ മിങ്കിൾ ചെയ്തെങ്കിൽ മാത്രമേ പാട്ട് ലയിക്കുള്ളൂ.
അപ്പൊ ഒരു മിംഗ്ലിംഗ് വേണം. മിംഗ്ലിംഗ് ഒക്കെ ഈ ഭക്തി ഗാനത്തിനാണ് മിംഗിൾ ചെയ്യുന്നത്. ഭക്തി ഗാനത്തിന് മിംഗിൾ ചെയ്യുന്നത് അതിന് മനസ്സിലായില്ല. അല്ലാതെ ഭക്തിയുടെ ഒരു ഇതിനാണ് ഓവർ മിംഗിൾ ചെയ്യുന്നത്. അല്ല നീ എന്റെ മിംഗ്ലിംഗ് കാരണം എന്റെ മിംഗ്ലിംഗ്. ഞാനൊന്ന് മിംഗ്ലോയിൽ ചെയ്തോട്ടെ. ഹലോ, റിഹേഴ്സൽ പരിപാടിയൊന്നും ആ അത് പരിപാടി ഉണ്ടാകുന്ന കാര്യം വന്നാൽ മതി. ആ ഓക്കെ 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 ശരി 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 റിഹേഴ്സൽ. എനിക്ക് വയ്യ, പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ റിഹേഴ്സൽ. എന്നെ കൊണ്ട് എനിക്കും പറ്റില്ല. എനിക്ക് ഈ പാടാൻ വരുന്ന പെണ്ണെ പറഞ്ഞു വിടട്ടാ. എങ്ങനെ പാട്ട് പാടാൻ വരുന്ന പെൺകുട്ടിയെ പറഞ്ഞു വിടട്ടാന്ന്. കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സനി പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സനി പാമഗ സ മാമ മാമ മഗ സ സ സ സ ഗ സ നി 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 സ സ സ ഗ മ പ മ പ നി പ നി സ നി സ നി പ മ പ മ ഗ ഗ മ പ മ പ നി പ നി സ. കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ തളിരാമ്പൽ കൂടം തോർന്നുലഞ്ഞു പോയി കളിമൺവീണയിൽ സ്വരമേളങ്ങളിൽ കോമളലതകളിലോ മനമൈനകൾ ലല്ലലലലലം പാടി പൊന്മയിലാടി മാനസവനികയിലാരവമിളകിയ നടനം തനധീന്തധീന്തനനധീന്തധീന്തനനധീന്തധീന്തനനധിരണ ഇനിയും പ്രണയം വിടരാ. എങ്ങനെ ഇരിക്കുന്നു? ഈ ഒറ്റ പെൻഡ്രൈവിലാണ് കനകനിലാവ് കൂവിക്കൊണ്ടിരുന്നത്. അതൊക്കെ വയ്യടാ. മര്യാദക്കാണ് എല്ലാവരും കൊള്ളാം കേട്ടാ. അല്ല നമ്മള് റിഹേഴ്സൽ ചെയ്യണമെന്ന് മലയാളി പറഞ്ഞോണ്ട് അങ്ങനെ അതിന്റെ വാ പരിചയപ്പെടുത്താം. എന്താ കുട്ടിയുടെ പേരെന്താണ്? പേര് പറഞ്ഞോളൂ. എന്റെ പേര് KS ചിത്തിര. അല്ല ചിത്രല്ല, ചിത്തിര. എന്റെ നാള് ചിത്തിരയാണ്, അതുകൊണ്ട് എന്റെ പേരും നാളും അങ്ങനെ ഇട്ടേക്കുന്നത് KS ചിത്തിര. എല്ലാ പാട്ടും അറിയാലോ മക്കളെ? കുഴപ്പമില്ല, എല്ലാം അടിച്ചുപൊളി. അടിച്ചുപൊളി എല്ലാം പാടും. എങ്ങനെയാണ് പരിപാടിക്ക് പറഞ്ഞത്? ആ കൂടെ ആര് വരും? അച്ഛൻ വരും, അമ്മ വരും? പള്ളി പരിപാടിക്ക് അച്ഛൻ വരും, അമ്പലത്തിലെ പരിപാടിക്ക് അമ്മ വരും. അതങ്ങനെ അച്ഛൻ നോൺ വെജും അമ്മ വെജും ആണ്. മലയാളിക്ക് മനസ്സിലായില്ലേ? പള്ളിയിലാകുമ്പോ ചിക്കൻ ബിരിയാണി, അമ്പലത്തിലാകുമ്പോ സദ്യ. അതുകൊണ്ടാ അങ്ങനെ. കുട്ടി നമസ്കാരം. ഞാൻ ഇതിലെ പ്രധാന മലയാള സിംഗറാണ്. രാജ് മെഡിക്കൽ കോളേജ്. ഓ, മെഡിക്കൽ കോളേജിലാണോ വീട്? അല്ല, പരിപാടി കഴിയുമ്പോ പുള്ളി മെഡിക്കൽ കോളേജ്. അതൊന്നും അല്ല, മെഡിക്കൽ കോളേജിന്റെ അവിടെ ബസ് ഇറങ്ങിയാണ് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നത്. അതുകൊണ്ട് ആ മെഡിക്കൽ കോളേജ് ഞാൻ ഞാന് തമിഴിന്റെ അടിപൊളി ഗായകൻ മുരുകൻ തൃപ്പരപ്പ്. ഇത് തൃപ്പരപ്പ് മുരുകനല്ല, തൃപ്പരിപ്പ് പൂത്ത ഒരു മുറുക്കനാണ്. ഹലോ. ആ ഓക്കെ 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 അടുത്ത മാസം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഓക്കെ. എന്ത് നോക്കടാ, എന്ത് ഒരു പെണ്ണ് വന്ന് കയറിയപ്പം ട്രൂപ്പിന്റെ ഐശ്വര്യം നോക്കിയാണ്. നോർത്തിൽ പ്രോഗ്രാം. എന്റെ പൊന്നുമോളെ, നമ്മള് ട്രെയിനാണോ ഫ്ലൈറ്റിനാണോ പോണേ? എന്തിന്? നോർത്തിലെ പരിപാടിക്ക്. ഈ എറണാകുളം നോർത്തിൽ പ്രോഗ്രാം. എറണാകുളം നോർത്തിന് പ്രോഗ്രാം പോകുന്ന ഫ്ലൈറ്റ്. അല്ലെ, നോർത്ത് ഇന്ത്യയിലല്ലേ ഇപ്പൊ? ആദ്യം കേരളത്തിലുള്ള ഒരു പാട്ട് പാടി നീ ശരിയാക്കും. അത് കഴിഞ്ഞിട്ട് മതി അന്യ സംസ്ഥാനക്കാരെ ദ്രോഹിക്കാൻ. പാട്ടിന്റെ റിഹേഴ്സൽ നോക്ക് കേട്ടാ. അല്ല, റിഹേഴ്സൽ ലിസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കും കേട്ടാ. കുട്ടി വരൂ. നമ്മൾ പ്രധാനമായിട്ട് ലിറിക്സ് എഴുതിയ ബുക്ക് കയ്യിലുണ്ടോ? ലിറിക്സ് ഉണ്ട്. അത് വേണം, അത്യാവശ്യമായിട്ട് വേണം. അവനില്ലേ, അവനൊരു പാട്ടിന്റെ ലിറിക്സ് അറിഞ്ഞൂടെ? എല്ലാ സ്ഥലത്തും തെറ്റും. അയ്യോ ചേട്ടാ, ചേട്ടന് പാട്ടിന്റെ ലിറിക്സ് അറിഞ്ഞൂടാ. ആ ചേട്ടൻ പറഞ്ഞു. ഈ ചേട്ടൻ പറഞ്ഞു. നീ പറഞ്ഞോ? ഇവൻ ഒരു ലിറിക്സ് പറയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ക്ലബിലൊരു പരിപാടിക്ക് മമ്മൂട്ടിയുടെ മഴയത്തൂമ്പയില് ഒരു പാട്ട് പാടി. ആത്മാവിൻ പുസ്തക സ്റ്റാളിൽ എന്ന് പാടിയവൻ അവൻ. പിന്നെ അത് സംഭവം പുസ്തകോത്സവത്തിനായിരുന്നു ഗാനമേള. എവിടെ നോക്കിയാലും ഈ സ്റ്റാൾ ആയതുകൊണ്ട് പാടിയപ്പോ അറിയാണ്ട ഉള്ളിൽ നിന്നങ്ങ് വന്ന. നീ കൂടുതലൊന്നും പറയണ്ട, നീ പാട്ട് പാടിയതോ? കൊച്ചി രാജാവ് എന്ന സിനിമയിലെ ദിലീപേട്ടന്റെ കൊച്ചി രാജാവിലെ ഒരു പാട്ടുണ്ടല്ലോ, മുന്തിരി പടം പൂത്ത് നിൽക്കേണ്ട മുറ്റത്തൊരു ഇന്നോവയെന്ന്. എന്താണ് കുഴപ്പം?
എനിക്ക് എന്റെ നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും എന്നെ ഇഷ്ടമല്ല. എനിക്കൊരു ഇന്നോവ ഞാൻ പാട്ടിന് പറഞ്ഞത് എന്ത് കുഴപ്പമില്ല. എന്തിന് നാടൻ പാട്ട് പാടിയതാ? കേക്കണോ പ്രിയ സ്കൂട്ടറേ. എനിക്ക് സ്കൂട്ടർ ഞാൻ പാട്ടിനോട് പറഞ്ഞു. എന്നിട്ട് ആ കമ്മറ്റിക്കാർ മുമ്പ് കുഞ്ഞേ നീ കേക്കണം, കമ്മറ്റിക്കാർ മുമ്പ് 1 മണിക്കൂർ ഒന്ന് കെഞ്ചി കെഞ്ചി പറഞ്ഞിട്ടാണ് ഇവനെ വിട്ടത്, അറിയാമോ? എല്ലാം പോട്ട്. നീ എന്താ MG ചേട്ടൻ പാടിയ ചിന്നമ്മ പാട്ട് കുഞ്ഞമ്മന്ന് പാടിയത്? അത് വേറൊന്നുമില്ല. ഞാൻ സ്റ്റേജിൽ പാടാൻ വേണ്ടി നിൽക്കുമ്പോ മ്യൂസിക് ഓപ്പൺ ചെയ്തു. ഞാൻ പാടാൻ വേണ്ടി ബൈക്ക് എടുത്ത് നോക്കുമ്പോ എന്റെ കുഞ്ഞമ്മ ഫ്രണ്ടിരിക്കുന്നു. ബഹുമാനിക്കണ്ടേ? അപ്പൊ ഞാൻ പാടിയ കുഞ്ഞമ്മ ഒരു പൊന്നിക്കന്നമ്മ അത് പാടി. അതുകൊണ്ട് നീ ഇങ്ങോട്ട് മാറിയില്ല, കാര്യം പറഞ്ഞു ഇങ്ങോട്ട് മാറി. കുട്ടി, നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഗാനമേള തുടങ്ങുമ്പോൾ എൻ്റെ ഒരു സോളോ പെർഫോമൻസ് ആണ്. ഓക്കെ, നമുക്ക് അതങ്ങ് മാറ്റിയിട്ട് നമുക്കൊരു ഡിയറ്റ് പിടിച്ചാലോ? ഡിയറ്റ് ആണല്ലോ. ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ ഉള്ളിലായി എന്നോടൊന്നും ഇഷ്ടമല്ലേ അല്ലേ? ചേട്ടാ, ആ പാട്ടിന് പകരം നമുക്ക് ഇത് പിടിച്ചതാ. ഏതാ? ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ നിന്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ. കുട്ടിയുടെ ഇഷ്ടം കിട്ടിയില്ലടാ കിട്ടിയില്ലടാ മാറി നിൽക്കടാ. ഓ, ഞാനൊന്ന് വെറൈറ്റിയാണ്, തമിഴിലൊരു വെറൈറ്റി പാട്ട്. അത് കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ, അതങ്ങ് പിടിച്ചല്ലോ നമുക്ക്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം വാളെടുത്താൽ അങ്കക്കലി വേലെടുത്താൽ ചിങ്കപ്പുലി കൽപ്പണത്തിന് കാവലല്ലോ ജോലി. ആ പാട്ട് കുറച്ചുകൂടി നന്നായിരിക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം, അത് പിടിച്ചാലോ? അതിനേക്കാൾ നല്ലത് നീ വാ ഡാ തെമ്മാടി നീ പോടാ കൂത്താടി. ആ പാട്ടാണ് കുറച്ചുകൂടി നല്ലത്. നീ കൂടുതൽ കളിയാക്കിയത് വേണ്ട. എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ ഡിബേറ്റ് തുടങ്ങിയിട്ട് നമ്മളെ ഗാനമേള പരിപാടി ആരംഭിക്കും. ഞാൻ ഡുവറ്റ് പാടും കൂടെ. നീ എന്തോന്നു ആദ്യം നീ ലിറിക്സ് പഠിയടാ. ലിറിക്സ് എനിക്കറിയാ, ഇവരുടെ കൂടെ ഞാൻ പാടും ഡുവറ്റ്. ഏത് പെൺകുട്ടി ഇവിടെ വന്നാലും നീ എല്ലാ ഇങ്ങോട്ട് നോക്കണം, എല്ലാ പിള്ളേരും വരുമ്പോ വൈറൽ ഗായകരെന്ന് വരും. ഈ വയർ വെച്ചിട്ടാണ് നീ വൈറലായ. എന്താണ് സാറേ? തിരുവനന്തപുരത്തിൽ മാനവ വീതി എന്നത് മാനവീയ വീതിയോ? ക്യാമ്പ്. എന്താണ് കാണിക്കുന്നത്? അവന്റെ വിക്ക് വരച്ചു അങ്ങോട്ട് എന്താ നിന്റെ വിഷയം? ഡുവറ്റ് ഞാൻ പാടും. പാടും. എനിക്ക് ഡുവറ്റ് ഞാൻ പാടും. ഇങ്ങോട്ട് മരിയിക്കില്ല. അങ്ങോട്ട് എടി, ഞാനൊരു കാര്യം പറയട്ടു. ഒരു പെൺകുട്ടി വന്ന് കയറിയതല്ലേ ഉള്ളൂ. ആ പെൺകുട്ടി പാട്ട് പാടട്ട്. നമ്മൾ കേട്ടില്ല ഇതുവരെ പാട്ട് പാടുന്നത്. ചിത്ര നന്നായിട്ട് പാടും, കണ്ടാൽ തന്നെ അറിയാൻ പാടും. ഒരു സോളോ ഗാനം കുട്ടി പാടട്ട്. അല്ലേ, സോളോ ഗാനം പാടിയിട്ട് നമുക്ക് നോക്കാം ആരാണ് ഇതിന്റെ അകത്ത് ഡിബേറ്റ് പാടുന്നത്. ആ സോളോ ഗാനത്തെ ഞാൻ ഡിബേറ്റ് പാടട്ടാ. നീ പോയിരുന്നിട്ട് മകളെ ഓ, മൈക്ക് കൂടി. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? മറ്റേ മഴ പെയ്താലും നോക്കിയാലോ? മഴ പെയ്താൽ നോക്കാം. മഴ പെയ്താൽ ഏപ്രിൽ 19. അത് തന്നെ, അത് തന്നെ. പ്രിയകലാസ്നേഹികളെ, ഏപ്രിൽ 19 ചിത്രത്തിലെ മഴ പെയ്താൽ എന്നുള്ള ഗാനം ആരംഭിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹീത ഗായിക ചിത്ര. അടിപൊളി പാട്ടാണ് കേട്ടോ. മഴ പെയ്താൽ കുളിരാണെന്ന് എന്റമ്മ പറഞ്ഞു. മഴവില്ലിന് നിറമുണ്ടെന്ന് എന്റമ്മ പറഞ്ഞു. മഴ കണ്ടു ഞാൻ, കുളിർ കൊണ്ടു ഞാൻ, മഴവില്ലിൻ നിറമേറും കണ്ടു ഞാൻ വ്യാകുലമായി. മഴ പെയ്ത കുളിരാണെന്ന് എന്റെ അമ്മ പറഞ്ഞു. ലാലോട് സാറേ, എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?
ചത്തില്ല, ജീവനുണ്ട്. സാറേ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? ഒരു കാര്യം പറയട്ടെ, വ്യാകുല മാതാവ് എന്ന് പാടിയപ്പം ഓർക്കസ്ട്രക്കാര് ഓട്ട പിടിച്ച് ഇങ്ങോട്ട് പോകും. നഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് പുകഞ്ഞു, LED പാർലറ്റ് 10 പുകഞ്ഞു. നഷ്ടങ്ങളേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഒരു സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അതെന്തോ സന്തോഷം? സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് 2 പാട്ടുകാരി ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവന്മാരെ ഓടിക്കാൻ വേണ്ടി ഞാൻ പഠിച്ച പടി പലതും നോക്കി. പക്ഷെ കൊച്ചിന്റെ ഒരു വ്യാകുല മാതാവില് അവന്മാർ നാട് വിട്ടു വെക്കളെ. അതെനിക്ക് പ്രൗഡ് കേട്ടോ, എനിക്ക് അഭിമാനമുണ്ട് ഇതിന്റെ അകത്ത്. പക്ഷെ മകളെ, ഇനി ഇതുപോലത്തെ ഒരു അവസരങ്ങൾ വരും. ഗ്രൂപ്പിൽ പാടുന്ന പയ്യന്മാരെ ഒഴിവാക്കാൻ വേണ്ടി അവസരം വരും. ഞാൻ വിളിക്കും. അപ്പോൾ വന്നിട്ട് ഈ വ്യാകുല മാതാവ് ഒന്ന് പാട്ട്. അല്ല സാർ, അപ്പോഴും വിളിക്കുമ്പോ ഞാൻ വേറെ പാട്ട് പാടിത്തരാം. വേറെ പാട്ടാ? അതേത് പാട്ട്? ഒരു നന്ദന സിനിമയിലെ കൃഷ്ണ. എന്ത് സാർ? ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്തിനാണ് ദേവകവും മാഞ്ചു വയ്ക്കണം? എന്റെ കൃഷ്ണ.